ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ബീഫ് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. അതിനാവശ്യമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 600 ഗ്രാമോളം വരുന്ന ബീഫാണ്. അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്ന കുക്കറിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 2 വലിയ സവോള കട്ടി കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചത്, ഒരു മീഡിയം സൈസിലുള്ള 15 വെളുത്തുള്ളിയുടെ അല്ലി ചതച്ചത്, ഇത്രയുമാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. കൂടെ 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള മസാല: 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. കൂടാതെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബീഫ് മസാലയെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും ബീഫിലേക്ക് ഈ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി കുക്കർ അടച്ച് ഫസ്റ്റ് വിസിൽ വരുന്നത് വരെ ഫുൾ ഫ്ലെയിം ഇട്ടിട്ട് അതിനുശേഷം നമുക്കത് സിമ്മിലേക്ക് മാറ്റി കൊടുക്കാം. എത്ര വിസിൽ വേണം എന്നുള്ളത് നമ്മൾ എടുത്തിരിക്കുന്ന കുക്കറിനെയും ഉപയോഗിച്ചിരിക്കുന്ന ബീഫിനെയും ആശ്രയിച്ചിരിക്കും. ഇവിടെ എനിക്ക് 6 വിസിൽ വേണ്ടി വന്നു ബീഫ് വേകാനായിട്ട്. ഇനി ഒരു കടായി വെച്ചത് ചൂടായി കഴിയുമ്പം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 4 വറ്റൽമുളക് മുറിച്ചതും 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചതും 10 വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കാം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്കതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അത് കവർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് നമ്മൾക്ക് 1-2 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എരിവ് കൂടുതലായി ആവശ്യമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് പൊടിച്ച കുരുമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.